താങ്ക് യു. ആക്ച്വലി രണ്ടുണ്ട്, എക്സ്പീരിയൻസും ഉണ്ട്, സബ്ജക്റ്റിനോടുള്ള താല്പര്യമുണ്ട്. അതിന് മുകളിലൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പണ്ടത്തെ പോലെ എനിക്കിങ്ങനെ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ടേക്ക് ഇറ്റ് നല്ലൊരു സെറ്റപ്പിൽ. ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു സ്പേസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മളറിയാതെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ട് പോകുന്ന ആളല്ല. ഞാൻ എൻ്റെ മെത്തഡ് ആക്ടിങ് ഫോളോ ചെയ്യുന്ന ആളല്ല. എൻ്റെ കംഫേർട്ടിൽ എനിക്ക് എന്നെ വിട്ട് കഴിഞ്ഞാൽ ഐ തിങ്ക് ഈ പറഞ്ഞ നിങ്ങൾക്ക് തോന്നുന്ന ഇറ്റ് ഈസ് ഗുഡ് ബാഡ് അഗ്ലി സ്പേസിലേക്ക് പോകും. എന്നെ സംബന്ധിച്ച് കഥയാണ് ഇമ്പോർട്ടൻറ്റ്, സിനിമയാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ സിനിമയിൽ ഞാൻ മാത്രം നന്നായി അല്ലെങ്കിൽ നിഖില മാത്രം നന്നായി എന്ന് കേൾക്കുന്നതിൽ നമുക്ക് താല്പര്യമില്ല. സിനിമ ഇൻ ടോട്ടാലിറ്റി ഒരു കഥയാണ്. ആ കഥ കമ്മ്യൂണിക്കേറ്റ് ആവുന്നുള്ളൂ. ആ കഥയിൽ മെയിനായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്ന അഭിനയം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ സിനിമയിലൂടെ ഒട്ടും പ്രീച്ച് ആവാതെ ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുന്നതല്ല, ഒരു സെറ്റപ്പാണ്. ഈ അർജുൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഗായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ 5 കുടുംബങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ അവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുമായിരിക്കും, അങ്ങനത്തെ പോസിബിലിറ്റീസാണ്. ഹൈപ്പോത്തറ്റിക്കലി നിങ്ങൾ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ശരിയല്ല എന്നൊന്നും നമുക്ക് പലതും കാട് കയറി പലതും ചിന്തിക്കാം. നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഗായനാക്കി അവിടെ ജോലി തന്നെ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആൾക്കാർ വളരെ പോസിറ്റീവ്ലി ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ സയൻറ്റിഫിക്കലി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ കഥ അതിനെ ചുറ്റി തന്നെ സഞ്ചരിക്കുക. ഇതിന് നമുക്ക് ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് ഫൈൻ, മോട്ടിവേഷൻ. എന്നെ സംബന്ധിച്ച് ഒരു സിനിമയിൽ മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്താൽ ആസ് എൻ ആക്ടർ എനിക്ക് നിലനിൽക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം സിനിമകളിൽ പോസിബിലിറ്റീസ് കുറച്ച് കൂടുതലാണ്. മാർക്കോ എന്ന സിനിമയിൽ എൻ്റെ എന്താ പറയുക, മാർക്കോ ഒരു അഡ്രിനലിൻ സ്പേസാണ്. എന്നാൽ അതിൽ അഭിനയമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. രണ്ടിലും രണ്ട് രീതിയിൽ തന്നെ ഐ റിയലി എൻജോയ് വർക്കിംഗ്. ബിക്കോസ് ഞാൻ കഥകൾ സെലക്ട് ചെയ്യുന്നത് എൻ്റെ കംഫർട്ടിനനുസരിച്ചാണ്. എൻ്റെ കംഫർട്ട് ഇന്ന ജോണറിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കൊരു അടിപൊളി കോമഡി പടം ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട്, കഥകൾ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട് അതിൽ ഐ വാണ്ട് ടു പാർട്ടിസിപ്പേറ്റ്. അതെല്ലാം സംഭവിക്കട്ടെ. ഓരോ സിനിമ വിജയിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കഥകളിലേക്ക് എത്താം. താങ്ക് യു. ഒരു കളർഫുൾ ആയിട്ടുള്ള കുറേ കളർഫുൾ ഫ്രെയിംസ് ഒക്കെ വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഫുൾ ഫ്രീ ആയിരുന്നു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്? ഇതെന്താ പറയുക, നമ്മളിത് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിൽ അത്യാവശ്യം ഹോസ്പിറ്റലുകളും മറ്റും പരാമർശിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര ഒരു ഡൾ സ്പേസ് ആണ്. നമുക്ക് ഒരിക്കലും ഒരു ആശുപത്രിയിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഭയങ്കര ഹാപ്പി ഫീലിംഗ് ഒന്നും ഇല്ല. നമ്മൾ ഓൺലി കുട്ടിച്ചെനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ യൂഷ്വലി ഒരു ഹോസ്പിറ്റലിന്റെ കഥ പറയുമ്പോൾ അത് ഈ ഇമോഷൻസ് ഒക്കെ പറയുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു കളർ പാലറ്റിന്റെ ഉദ്ദേശം. ആൻഡ് അത് നമ്മൾ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ തന്നെ സജീവമായിട്ടും ബാക്കി പ്രൊഡക്ഷനിലുള്ള കിങ്സ്മിലുള്ള ആളുകളുമായിട്ടും എല്ലാവരുമായിട്ടും നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. എന്നെ എല്ലാ കാര്യത്തിലും പൂർണ്ണമായും സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസേഴ്സാണ്. ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തോന്നുള്ളത് സജീവരോടാണ് ചോദിക്കുന്നത്. സജീവ പുതിയൊരു പ്രൊഡ്യൂസറാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പടം പ്രൊഡ്യൂസ് ചെയ്ത് എന്തിനാണ്? എന്തായിരുന്നാലും മുടക്കിയ പൈസയുള്ള കളർ നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. കാരണം ഈ പടം എന്താ പറയാ, ഒരു ഫാമിലി പടത്തിന് ഈ ഇടയ്ക്ക് ഒരിക്കലും ഇത്ര കളർഫുൾ ആയിട്ട് മലയാള സിനിമയിൽ ഒരു ഫാമിലി പടം ആരും പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ഇതിലെ പാട്ടുകളാണെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും നമുക്ക് ഒരുപാട് സാംസ്കാരിക സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. പിന്നെ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിനകത്ത്. ദില്ലിയെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ദില്ലിയുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ ഇതൊക്കെ എന്താ പറയുന്നത്, ഇങ്ങനെയുള്ള പടങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇനിയും കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാത്രം ക്ലോസ് ചെയ്തിട്ട് ആരും ഇതിനെ, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു പുതിയ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പറയാം, മലയാള സിനിമയിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാമല്ലോ. സിനിമ കൂടുതൽ ജനങ്ങളിലോട്ട് എത്തിയാൽ മാത്രമേ നിങ്ങൾക്കും ഇവിടെ സ്പേസ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഇനി അടുത്ത സിനിമയുടെ സമയത്ത് നിങ്ങളുടെ അവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ട ഒരു മാസത്തിന്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനുള്ള ഒരു രീതി എല്ലാ സിനിമയ്ക്കും ഒരുക്കി കൊടുക്കുക. പ്രൊഡ്യൂസർ സാർ, ഞാനങ്ങനെ ഒരു വിമർശനം ഞാനങ്ങനെ ഒരു വിമർശനം മറ്റൊരാളുടെയാണ് പറഞ്ഞത്. അതായത് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തന്നെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ റിവ്യൂസ് എന്ന പേരിൽ കുറെ പേര് റിവ്യൂ ചെയ്യുന്നുണ്ട്.
ഉടനെ തന്നെ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ. അപ്പോൾ ഇവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തില് ഒരു പ്രമുഖ റിവ്യൂവർ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ റിവ്യൂവിൽ ഇങ്ങനൊരു വിമർശനം കണ്ടു. ശരിക്കും ആ വിമർശനം ആ റിവ്യൂവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ കിട്ടുന്നതാണ്. പക്ഷെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ഈ സിനിമയെ ഒരു നെഗറ്റീവായിട്ട് അത് ബാധിക്കുമല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അത് കുഴപ്പമില്ല. അത് പറഞ്ഞൊരു ഉള്ളി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട്. അച്ഛൻ, അമ്മ, കുടുംബം, ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ്. ഇതാണ് അതിനുള്ള ഉത്തരം. അതുള്ളവർക്ക് ഈ പടം വർക്കാവും. ഇപ്പൊ ഞാന് 38 വയസ്സായി. അന്നും ഈ സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞ തിരക്കിലൂടെ കാര്യങ്ങളോട് നടക്കുമ്പോൾ എന്റെ അച്ഛനും അമ്മയും എന്നെ ഒരു 8 മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ അവരുള്ളപ്പോഴേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റും. അപ്പൊ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും, അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ബാക്കിയുള്ളവരെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ. ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, അപ്പൊ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് ഇപ്പൊ ശകുനം മുടക്കി എന്നൊക്കെ പറഞ്ഞ പോലെ പ്രേക്ഷകർ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട്. ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല. എനിക്ക് ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരുടെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ്, എടാ എനിക്കത് വർക്കായി, നീ പോയി കണ്ടു നോക്കുമല്ലേ പറയുന്നത്. അതാണ് എന്റെ മാന്യത. അല്ലെ, എല്ലാവർക്കും അവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിന്റെ റെസ്പെക്ട്. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. അതാണ് ഉത്തരം. ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞാൽ ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട്. അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ്. ഓക്കെ.